ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോന സ്വീറ്റ് ആൻഡ് സ്പൈസിയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ചിക്കൻ സ്ട്രിപ്സ് അല്ലെങ്കിൽ ചിക്കൻ ഫിംഗേഴ്സ് എന്നൊക്കെ പറയും. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണിത്. നമ്മളിന്ന് പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. അത് മെയിനായിട്ട് സീ ഫുഡും ചിക്കൻ സ്ട്രിപ്സും ഇങ്ങനെയുള്ള അമേരിക്കൻ ഫുഡെല്ലാം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ അതെല്ലാം ഒന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന ലൊക്കേഷനിലെത്തി. ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് ബാസ്പ്രോ ഷോപ്പിൻ്റെ ഉള്ളിലായിട്ടാണ്. ഈ ബാസ്പ്രോ ഷോപ്പിൻ്റെ അകത്ത് വിൽക്കുന്നത് കൂടുതലായിട്ടും ഫിഷിങ്ങിനും ഹണ്ടിങ്ങിനും വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഈ സ്റ്റോറിൻ്റെ എൻട്രൻസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സെക്ഷൻ മുഴുവനും ഫിഷിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഈ കാണുന്നതെല്ലാം ഫിഷിംഗ് റോഡ്സ് ആൻഡ് റീൽസ് ആണ്. അതിനുവേണ്ടി മാത്രമായിട്ടൊരു സെക്ഷനാണ്. ഇത് വില കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ഹണ്ടിങ്ങിന് വേണ്ടിയുള്ള റൈഫിൾസ് ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഇതെല്ലാം. ഇവിടെ പല തരത്തിലുള്ള റൈഫിൾസ് നമുക്ക് കാണാം. ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ജീറ്റോക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഹണ്ടിങ്ങിനും ഫിഷിങ്ങിനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ആ വ്ളോഗിൽ കാണിക്കും. ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ്. താഴത്തെ ഫ്ലോറിലോട്ട് ഇറങ്ങുന്ന ഈ സ്റ്റെയർ കേസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന 2 ചെറിയ വാട്ടർഫോൾസ് ആണിത്. ഇവിടെ കുട്ടികൾക്കെല്ലാം വന്നാൽ വളരെ ഹാപ്പിയാണ്. അവർക്കിതെല്ലാം കാണാനും എടുക്കാനും ഒക്കെ വളരെ സന്തോഷമാണ്. ഈ ചെറിയ വാട്ടർഫോൾസിനോട് ചേർന്ന് തന്നെ ഒരു അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയത്തിൽ പലതരത്തിലുള്ള ലേക്ക് ഫിഷാണ് കിടക്കുന്നത്. ഈ ബാസ്പ്രോ ഷോപ്പിൻ്റെ പുറകിലായിട്ട് ഒരു മാൻമെയ്ഡ് ലേക്ക് ഉണ്ട്. അത് നമ്മൾ ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ബാക്കിലോട്ട് പോകുന്നുണ്ട്. അന്നേരം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടത് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വേൾഡ് ഫേമസ് ഐല മൊറാഡ ഫിഷ് കമ്പനി റെസ്റ്റോറൻറ്റ്. ഇവിടെ ഞങ്ങൾ പല പ്രാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ എന്ത് പറയാനാ, നിങ്ങളിത് കാണിക്കാനോ ഒന്നും പറ്റിയില്ല. കോവിഡ് കാരണം ഈ റെസ്റ്റോറൻറ്റ് അടച്ചിരിക്കുകയാണ്. എനിവേ ഇവിടെ വന്നത് വെറുതെ ആയി. ഇവിടെ വന്ന് എന്തെങ്കിലും ഫുഡും വാങ്ങിച്ച് നിങ്ങളെ റെസ്റ്റോറൻറ്റ് ഒന്ന് കാണിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ഈ ലേക്കിൻ്റെ പേര് ലേക്ക് റേ ഹബാർഡ് എന്നാണ്. ഇത് 1970 മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഒരു ലേക്കാണ്. ഇത് 20,000 ഏക്കറോളം വലിപ്പമുണ്ട് ഈ ലേക്കിന്. ഈ ലേക്കിൽ പലതരത്തിലുള്ള ഫിഷ് ഉണ്ട്. കൂടുതലായിട്ടും ബാസ് എന്ന് പറയുന്ന ഫിഷാണ് ഉള്ളത്. സമ്മർ ആകുമ്പോൾ വളരെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഇഷ്ടംപോലെ ബോട്ടിങ്ങും അതുപോലെ ഫിഷിങ്ങും ഒക്കെ കാണാൻ പറ്റും. സന്ധ്യയായി തുടങ്ങി. ഇനി തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഞാൻ പോരുന്നതിന് മുന്നേ ഒരാൾക്ക് പ്രോമിസ് ചെയ്തായിരുന്നു ചിക്കൻ സ്ട്രിപ്സും വാങ്ങിയിട്ട് വരാമെന്ന്. ഇനിയിപ്പം വീട്ടിൽ പോയി ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ സ്ട്രിപ്സ് ആണ്.
ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ 2 പീസ് ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ബട്ടർ മിൽക്ക് 1/4 കപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂൺ, സോയ് സോസ് 1 ടീസ്പൂൺ, 1 എഗ്ഗ് ബീറ്റ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, സോൾട്ട് 1 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, പപ്രിക്ക 1 ടീസ്പൂൺ. ഇനി നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുക്കാം. ഇനി ചിക്കൻ ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലോട്ട് 1 കപ്പ് ഓൾ പർപ്പസ് പൗഡറും അതിൻ്റെ കൂടെ ഒറിഗാനോ 1/2 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്ന ആ ചിക്കൻ ഓരോന്നായിട്ട് ഓൾ പർപ്പസിൻ്റെ ഈ മിക്സ്ചറിലോട്ട് മിക്സ് ചെയ്ത് എക്സസീവായിട്ടുള്ള ഫ്ലവർ എല്ലാം നമ്മൾ കളയണം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 to 7 മിനിറ്റ്സ് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് റെഡി ആയിട്ടുണ്ട്. അകം നല്ല സോഫ്റ്റും പുറമെ നല്ല മുരിഞ്ഞുമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫ്രൈസ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ ഈ ചിക്കൻ സ്ട്രിപ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളിവിടെ ഉണ്ട്. അപ്പോൾ ആ ആളെ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കാം. Is it Johan? Is it good? Good. Yummy. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. കോവിഡൊക്കെ കാരണം കുട്ടികളെ കൊണ്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ഇപ്പം. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹം കാണും. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.